ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം പനച്ചമൂട് പഞ്ചാവുഴിയിൽ യുവതിയെ വീട്ടിൽ കൊന്നു കുഴിച്ചു മൂടിയ നിലയിൽ മാവുവിള വീട്ടിൽ താമസിക്കുന്ന പ്രിയംവദയാണ് കൊല്ലപ്പെട്ടത്. പ്രിയംവദയെ 12-ാം തീയതി മുതൽ കാണാനില്ലായിരുന്നു. വീടിന് സമീപമുള്ള രണ്ടുപേരെ വെള്ളറട പോലീസ് കസ്റ്റഡിയിലെടുത്തു. അരുൺ സോളമനും ടി വി പ്രസാദും ചേരുന്നു. ആദ്യം അരുൺ സോളമനിലേക്കാണ്. അരുൺ, സ്ഥലത്ത് നിന്നാണ് ഈ യുവതിയെ കൊലപ്പെടുത്തിയെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ചേരുന്നത്. അരുൺ, ഈ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? ശ്രുതി, ഇക്കഴിഞ്ഞ 12-ാം തീയതിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രിയംവദ താമസിക്കുന്ന ഈ വീട്ടിൽ നിന്നും കാണാതായി എന്നുള്ള വിവരം ഈ പ്രിയംവദയുടെ 2 മക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. ഈ പെൺകുട്ടികളുടെ വിവാഹം അഴിച്ചതിന് ശേഷം അവർ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ താമസിച്ചു വന്നിരുന്നത്. തൊട്ടടുത്തുള്ള ഈ വീടെന്ന് പറയുന്നത് ഈ പ്രിയംവദയുടെ ചേച്ചിയുടെ വീട് കൂടിയാണ്. ഇവരൊരു കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ തൊട്ടടുത്ത ഒരു 50 മീറ്ററിന് തൊട്ടടുത്തുള്ള ഈ ഭാഗത്താണ് ഇപ്പോൾ നമുക്ക് ഇതിനെ ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുത്തു. ഈ ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഇവരുടെ ശരിക്കും പ്രിയംവദ ഈ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന സ്ഥലം കൂടിയാണ്. ഇവിടെ ഒരു ഓട്ടോ പോലും കയറി വരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളെക്കാളും കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇതിനേക്കാൾ ഇടുങ്ങിയ ഒരു വഴിയാണ്. അപ്പോൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തുള്ള ഈ ചെറുപ്പക്കാരുമായിട്ട് കുറച്ച് തർക്കത്തിലായിരുന്നു. ഈ വഴിത്തർക്കവും ഈ മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനപ്പുറം ഈ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന വിനോദ്, സന്തോഷ്, ഈ 2 പ്രതികളിൽ വിനോദിൻ്റെ ഭാര്യ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കുവൈറ്റിൽ ജോലി ചെയ്ത് വരികയാണ്. വിനോദുമായിട്ടൊരു അടുപ്പം പ്രിയംവദയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇതിനപ്പുറം എങ്ങനെയാണ് പ്രിയംവദയെ കൊലപ്പെടുത്തുന്നതിലേക്ക് ഈ കാര്യങ്ങൾ നയിച്ചു എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇപ്പോൾ ടാർപോളിയൻ ഇട്ട് പോലീസ് ഇപ്പോൾ മൂടിയിരിക്കുകയാണ്. മൃതദേഹം ഇപ്പോഴും പുറത്തേക്ക് എടുത്തിട്ടില്ല. ഇന്ന് രാവിലെയാണ് ഈ വിനോദിൻ്റെ 2 മക്കളുണ്ട്. 2 മക്കളിലെ മൂത്ത പെൺകുട്ടിയാണ് ഈ വിവരം മുത്തശ്ശിയായിട്ടുള്ള സരസ്വതിയോട് ഈ വിവരം പങ്കുവെക്കുന്നത്. ബെഡ്റൂമിന് കട്ടിലിൻ്റെ അടിയിൽ ഇവരുടെ ചാക്കിൽ പൊതിഞ്ഞ നിലയിലാണ് ഈ പ്രിയംവദയെ ആദ്യം വിനോദിൻ്റെ മകൾ കാണുകയായിരുന്നു. ഈ മൃതദേഹത്തിൻ്റെ കൈ ഈ ചാക്കിന് പുറത്ത് കണ്ടപ്പോഴാണ് ഈ മുത്തശ്ശിയോട് ഈ വിവരം പറയുകയും തൊട്ടടുത്തുള്ള RC ചർച്ചിലെ വികാരിയോട് മുത്തശ്ശി വിവരം പറഞ്ഞതിനെ തുടർന്നാണ് വെള്ളറട പോലീസ് ഈ വിവരം അറിയുന്നത്. തുടർന്ന് വെള്ളറട പോലീസ് ഇന്ന് രാവിലെയാണ് ഈ സ്ഥലത്ത് എത്തുന്നത്. മാവുള ഈ വീട്ടിലെത്തുമ്പോൾ വിനോദും സന്തോഷം കൂടി വീട്ടിലെ അകത്തുള്ള ഈ രക്തക്കറ കഴുകി ഡെറ്റോൾ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുന്ന രംഗങ്ങളാണ് വെള്ളറട CI കാണുന്നത്. കുറച്ച് വൈകിയെങ്കിൽ പ്രതികൾ രക്ഷപ്പെടുമായിരുന്നു. എന്തായാലും കൃത്യസമയത്ത് പോലീസ് എത്തുകയും ഈ 2 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സാമ്പത്തിക ഇടപാടാണോ, അല്ലെങ്കിൽ വഴിത്തർക്കമാണോ, അല്ല മറ്റെന്തെങ്കിലും ഇതിൽ ഈ ഒരു കൊലപാതകം നയിച്ചതിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് നിലവിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും 2 പ്രതികളും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നിലവിൽ വിനോദ് കുറ്റം സമ്മതിച്ചു എന്നുള്ള വിവരം കൂടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ശ്രുതി, അതായത് അരുൺ, 12-ാം തീയതി മുതൽ ഇവരെ കാണാനില്ലായിരുന്നു. അതിനുശേഷമുള്ള ഈ ഒരു അന്വേഷണത്തിലൊന്നും ഈ അടുത്ത് തന്നെ ഉണ്ടായിട്ടും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നാണോ ഇവർ മനസ്സിലാക്കുന്നത്? ഇതിൽ ഈ പോലീസ് എത്തുമ്പോൾ ഇവർ അത് അവിടെ കഴുകി വൃത്തിയാക്കുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ എപ്പോഴായിരിക്കും ഈ മരണം നടന്നത്, ഈ ഒരു കൊലപാതകം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്? പോലീസ് എന്താണ് പറയുന്നത്? നിലവിൽ ശ്രുതി, ഈ കഴിഞ്ഞ 12-ാം തീയതി ജോലി കഴിഞ്ഞ് മടങ്ങിയതിനു ശേഷം ഈ പ്രിയംവദ വീട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിനുശേഷം വൈകുന്നേരം മകൾ സ്ഥിരമായി വിളിക്കാറുണ്ട്. വിളിക്കുന്ന സമയത്ത് ഈ ഫോണിൽ അമ്മയെ കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ പോലീസിൽ പരാതിപ്പെടുന്നത്. പക്ഷേ പോലീസ് ഇത് കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ടോ, പ്രിയംവദ എവിടെ ആയിരുന്നു എന്നുള്ളത് തൊട്ടടുത്ത പോലീസ് ഇവിടെ വന്നു. കാരണം 2 കിലോമീറ്റർ പരിധിയിലാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. പോലീസ് ഈ സ്ഥലത്ത് വന്ന് അന്വേഷണം നടത്തിയോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ അതേസമയം ഇപ്പോൾ 4-ാമത്തെ പുലർച്ചെയാണ് ഈ വിവരം പുറം ലോകത്തും തൊട്ടടുത്തുള്ള ബന്ധുക്കളൊക്കെയും അറിയുന്നത്. ബന്ധുക്കളായിട്ടുള്ളവർ പങ്കുവെക്കുന്നത് ഇത്തരത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നു. അതിനെ ചൊല്ലി ഈ സരസ്വതി എന്ന് പറഞ്ഞ ഇപ്പോൾ ഈ വിവരം പങ്കുവെച്ച സരസ്വതി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രിയംവദയെ കുറ്റപ്പെടുത്തിയിരുന്നു എന്നുള്ളതും പ്രിയംവദ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. ഇല്ലാത്ത കാര്യം പറഞ്ഞ് തന്നെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞ് വെള്ളറട പോലീസ് ഒരു പരാതി നൽകി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രിയംവദ താമസിച്ചിരുന്ന തൊട്ടടുത്തുള്ള വീട്ടിലെ, അതായത് പ്രിയംവദയുടെ ചേച്ചിയുടെ മകൻ സൂചിപ്പിച്ചത്. ആ വിവരം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ളത് ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. അതേസമയം പ്രിയംവദ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന ഭാഗത്താണ് ഈ വീടിരിക്കുന്നത്. അതായത് കൊല നടത്തിയ വീട് ഉള്ളത്. ആ വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ കൊല നടത്തിയിരിക്കുന്നത്. 4 ദിവസമായിട്ടുണ്ടോ മൃതദേഹത്തിന് എന്നുള്ളത് സംശയമുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഈ മൃതദേഹം കുഴിച്ചുമൂടി എന്നുള്ളതാണ് സരസ്വതിയും മകളും പള്ളിയിലെ അച്ഛനോട് ഈ പങ്കുവച്ചിരിക്കുന്നത്. ശ്രുതി, ഓക്കെ, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി TV പ്രസാദിലേക്ക് കൂടി പോവുകയാണ്. പ്രസാദ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ചേരുന്നത്. TV പ്രസാദ്, ഇതിലിപ്പോൾ 2 പേർ കസ്റ്റഡിയിലുണ്ട്. ഇവർ കുറ്റം സമ്മതിച്ചു എന്നുള്ളൊരു വിവരമാണോ ലഭിക്കുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? പോലീസ് എന്താണ് പറയുന്നത്? ശ്രുതി, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പ്രതി കുറ്റം സമ്മതിച്ചു എന്നതാണ്. പ്രതി വിനോദാണ്. വിനോദ്
കഞ്ചാവിനടിമയാണ്, ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. പ്രതി വിനോദാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. 12-ാം തീയതി രാവിലെ 7 മണിക്കും 8 മണിക്കും ഇടയിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഈ സ്ത്രീ താമസിച്ച വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വിനോദും താമസിക്കുന്നത്. വിനോദിൻ്റെ വീട്ടിലേക്ക് എത്തി തർക്കമായി, ഒരു സാമ്പത്തിക തർക്കമുണ്ട്. അതുകൂടാതെ പോലീസ് ഇപ്പോൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളും ഇവർക്കിടയിലുണ്ട് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. വീട്ടിനടുത്തേക്ക് വന്നു, ഈ പണത്തിനെ ചൊല്ലിയും മറ്റും ഒരു തർക്കമുണ്ടായി. ആ തർക്കത്തിൻ്റെ ഇടയിൽ വിനോദ് ഒരു തവണ സ്ത്രീയെ അടിച്ച സമയത്ത് ബോധം കെട്ട് വീണു എന്നാണ് വിനോദ് പോലീസിനോട് പറയുന്നത്. തുടർന്ന് വീട്ടിനകത്തേക്ക് വലിച്ചു കയറ്റി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കൊലപ്പെടുത്തിയതിന് ശേഷം 12-ാം തീയതി മുതൽ ഇന്നലെ രാത്രി 1 മണിവരെ തനിച്ച് താമസിക്കുന്ന വിനോദിൻ്റെ വീട്ടിനുള്ളിലെ കട്ടിലിനടിയിൽ ഈ മൃതദേഹം സൂക്ഷിച്ചു. അങ്ങനെ ആ മൃതദേഹത്തിൻ്റെ ഒരു കൈപ്പത്തി അത് പുറത്തേക്കുണ്ടായിരുന്നു. തൊട്ടടുത്ത് താമസിച്ച വിനോദിൻ്റെ ബന്ധു കൂടിയായ ഒരു സ്ത്രീയാണ് പോലീസിന് ഇൻഫോർമേഷൻ കൊടുക്കുന്നത്. ആ വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്, രക്തക്കറ കണ്ടിട്ടുണ്ടെന്ന്, ഒരു കൈ കണ്ടിട്ടുണ്ട് എന്ന വിവരം കൊടുക്കുന്നത്. ഇത് മനസ്സിലാക്കിയ വിനോദ് ഇന്നലെ രാത്രി 1 മണിയോടുകൂടി വീട്ടിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് കുഴിയെടുത്ത് മൃതദേഹം അടക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി 1 മണിക്കാണ് മൃതദേഹം അടക്കം ചെയ്തത്. 12-ന് രാവിലെ 7 മണിക്കും 8 മണിക്കും ഇടയിലാണ് കൊലപാതകം ചെയ്തത്. വിനോദിൻ്റെ കൂടെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സന്തോഷിന് കൊലപാതകത്തിൽ പങ്കില്ല എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ പ്രതിക്ക് മറ്റു തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തിരുന്നോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. മാത്രമല്ല ഇതിൻ്റെ കൊലപാതകത്തിൻ്റെ കാരണത്തിലേക്ക് വ്യക്തമായി എത്തുന്നതിന് വേണ്ടി പ്രതിയെ DYSP, CI, മറ്റുദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. കൃത്യമായ കാരണം, മോട്ടീവ് എന്താണെന്ന് പോലീസിന് അറിയേണ്ടതുണ്ട്. ഇതിനെല്ലാം തുടക്കം മുതൽ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് മെമ്പർ കൂടിയായ ശ്യാം നമ്മോടൊപ്പം ചേരുകയാണ്. കുറ്റം സംഭവിച്ചു എന്ന് തന്നെയാണല്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നിലവിലിപ്പോൾ കുറ്റം സംബന്ധിച്ചായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഈ പ്രതി ഇന്ന് രാവിലെ ഞാൻ ഈ സംഭവം അറിഞ്ഞ് രാവിലെ പോകുമ്പോഴും ഈ നമ്മുടെ ആ വീടിനുള്ളിൽ 2 പ്രതികൾ അവിടെ ഉണ്ടായിരുന്നു. പോകുന്ന സമയത്ത് അവിടെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് ഞാൻ ആദ്യമായി കാണുന്നത്. അപ്പോൾ അവിടെ അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത് അവിടെ തൊട്ടടുത്ത സ്ത്രീയല്ല, ഇവിടെ ഈ വിനോദിൻ്റെ അമ്മായി ആയിട്ടുള്ള സരസ്വതി എന്ന് പറഞ്ഞ ഒരു അമ്മ ഉണ്ട്. അവരാണെങ്കിൽ ഇന്ന് രാവിലെ പള്ളിയിൽ പോകുമ്പോൾ അവിടുത്തെ പള്ളി വികാരിയോട് കാര്യം പറയുകയും പള്ളി വികാരി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്നെ അറിയിക്കുകയും ഞാനും അവിടെ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നിലവിൽ അറിയാൻ സാധിച്ചത്. അവിടെ പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ രണ്ടുപേരും ആദ്യം കാണുന്ന സംഭവം ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവർ കണ്ടത്. പിന്നെ തൊട്ടുപുറയിൽ ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു കുഴി എടുത്തുകൊണ്ട് അവരെ മറവ് ചെയ്തതായിട്ടാണ് അറിയാൻ സാധിച്ചത്. നിലവിൽ ബോഡി നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. പോലീസിന് അന്വേഷണം നടന്നു വരുന്നത്. വിനോദി കുറ്റം ചെയ്തു എന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. പക്ഷേ സന്തോഷ് ഏതെങ്കിലും രീതിയിൽ സഹായം ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ട് അല്ലേ? തീർച്ചയായിട്ടും പോലീസ് ഇപ്പം പറയുന്നത് അങ്ങനെയാണ്. സന്തോഷ് അവനൊരു സഹായത്തിന് വേണ്ടി ഈ വിനോദ് വിളിച്ചുകൊണ്ട് വന്നതെന്നാണ് സന്തോഷ് ഇപ്പോൾ അവിടെ വിനോദ് അറിയിച്ചിട്ടുള്ളത്. സന്തോഷിനെ വിളിച്ചു. സന്തോഷ് അതിൻ്റെ ഭാഗമായി എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി വീട്ടിൽ വന്നതാണ്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ തുടക്കം മുതൽ തന്നെ ഈ ശ്യാമിൻ്റെ നേതൃത്വത്തിലുള്ള പൊതുപ്രവർത്തകർ ഉൾപ്പെടെ പ്രദേശത്ത് വലിയ തെരച്ചിൽ നടത്തിയിരുന്നു. അതായത് 12-ാം തീയതി രാവിലെ മുതലാണ് ഈ സ്ത്രീയെ കാണാതാവുന്നത്. അവിടെയുള്ള CCTVകൾ മുഴുവൻ പരിശോധിച്ച സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയതിൻ്റെ തെളിവുകളൊന്നും പോലീസിന് കിട്ടിയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ആ വഴിയിലേക്ക് നാട്ടുകാരുൾപ്പെടെ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. DYSP ഇപ്പോൾ ചേരുന്നുണ്ട്. നമുക്കൊപ്പം സംസാരിക്കുമോ ഒന്ന് നോക്കാം. സാർ ജസ്റ്റ് അന്വേഷണ ഘട്ടത്തിലായതുകൊണ്ടായിരിക്കണം DYSP സംസാരിക്കുന്നില്ല എന്ന് തന്നെയായാലും ഞാൻ പറഞ്ഞു വന്നത് ശ്യാമിൻ്റെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ അവിടുത്തെ പ്രദേശവാസികൾ ചേർന്ന് ഇവരെങ്ങോട്ടേക്കാണ് പോയത് എന്ന വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയതിൻ്റെ തെളിവുകളൊന്നും ഇവർക്ക് കിട്ടിയതുമില്ല. ഇവർ അങ്ങ് ഇങ്ങോട്ടേക്ക് വന്ന് പനച്ചമൂട് ജംഗ്ഷനിൽ ഉൾപ്പെടെ CCTV മുഴുവൻ പരിശോധിച്ചു. അവിടെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു. വിനോദ് 12-ാം തീയതി രാവിലെ 7 മണിക്കും 8 മണിക്കും തന്നെ കൊലപാതകം നടത്തുന്നു. കൊലപാതകത്തിന് ശേഷം വിനോദിൻ്റെ വീട്ടിനകത്ത് കട്ടിലിനടിയിൽ മൃതദേഹം ഒളിപ്പിച്ചു വയ്ക്കുന്നു. ഇന്നലെ രാത്രി 1 മണിയോടുകൂടി വീട്ടിനടുത്ത് തന്നെ കുഴിച്ചുമൂടുന്നു. ഇനിയിപ്പോൾ ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘം എത്തിയതിനു ശേഷം പോലീസ് നടപടികൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ മൃതദേഹം കുഴിച്ചെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ശരി, വ്യക്തമാണ്.